ഇത് മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 2012-2013 അധ്യയന വർഷം മുതൽ ഇവിടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം മുതൽ പുതിയൊരു യൂണിറ്റ് കൂടി ഇതേ വിദ്യാലയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 2023 സപ്തദിന സഹവാസ ക്യാമ്പിനായി വിദ്യാലയം തിരഞ്ഞെടുത്തത് തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തായ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നേറ്റീവ് സ്കൂളിനെയാണ്. ഈ വർഷത്തെ ക്യാമ്പിൻ്റെ പ്രധാന പ്രത്യേകത മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി NSS നടപ്പിലാക്കേണ്ട സ്നേഹാരാമം പദ്ധതിയായിരുന്നു. ക്യാമ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പർ അജയ് ലാലിനെയും പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടീച്ചറെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ മാലിന്യം മൂടിക്കിടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ താവളമായ 2 പ്രധാന സ്ഥലങ്ങളാണ് സ്നേഹാരാമത്തിനായി അവർ നിർദ്ദേശിച്ചത്. ചർച്ചകൾക്കൊടുവിൽ 6ാം മാഹി സ്റ്റോപ്പ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വാർഡിലെ വെള്ളേപ്പാടം എന്ന പ്രദേശത്തെ 1.5 സെന്റ് പുറമ്പോക്ക് ഭൂമിയാണ് സ്നേഹാരാമത്തിനായി തിരഞ്ഞെടുത്തത്. കാട് മൂടിക്കിടന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ രാത്രിയുടെ യാമങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാലിന്യം തള്ളുന്ന ഇടമായ അവിടം വാർഡ് മെമ്പറെ കൂടെ സന്ദർശനം നടത്തി. ഇത്തരമൊരു അങ്ങാടിയിൽ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു സ്നേഹാരാമമാണ് പണിയേണ്ടത് എന്ന് തീരുമാനിക്കുകയും സ്നേഹാരാമത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ സഹോദര സ്ഥാപനത്തിലെ ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. രൂപരേഖ തയ്യാറാക്കിയതോടുകൂടി അതിനുള്ള സാമ്പത്തികം കണ്ടെത്തുക പ്രധാന വെല്ലുവിളിയായിരുന്നു. ഇതേ വർഷം തന്നെ വിദ്യാർത്ഥികൾ സ്ക്രാപ്പ് ചാലഞ്ച് നടത്തിയും തട്ടുകട നടത്തിയും സമാഹരിച്ച തുക ഇതിലേക്ക് ആയി മാറ്റിവെച്ചു. 26-ാം തീയതി തുടങ്ങിയ ക്യാമ്പിന്റെ 2ാം ദിനം തന്നെ സ്നേഹാരാമത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കാട് വെട്ടി വൃത്തിയാക്കൽ, മാലിന്യം ശേഖരിക്കലുമായിരുന്നു ആദ്യഘട്ടം. 12 ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും 2 ചാക്കോളം മദ്യക്കുപ്പികളും ആ ചെറിയ പ്രദേശത്തു നിന്നും വിദ്യാർത്ഥികൾ ശേഖരിച്ചത്. പിന്നീട് അങ്ങോട്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമായിരുന്നു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും വാർഡ് മെമ്പർ അജയ് ലാലിനെയും പരിസരവാസികളുടെയും സഹകരണവും കൂടിയായപ്പോൾ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പ്രവർത്തനം തുടങ്ങി 3ാം ദിവസം റവന്യൂ വകുപ്പിൽ നിന്നും തടസ്സ ഹർജി വരികയും ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കം വരികയും ചെയ്തു. എന്നാൽ ആ വിഷയത്തെ ആ ദിവസം തന്നെ കൃത്യമായ ഇടപെടൽ തർക്കപരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയും പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കുകയും ചെയ്തു. ക്യാമ്പിന്റെ അവസാന ദിവസമായപ്പോഴേക്കും സ്നേഹാരാമത്തിന്റെ സമർപ്പണം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ക്യാമ്പ് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള 2 ആഴ്ചയും നമ്മുടെ വിദ്യാർത്ഥികൾ സ്നേഹാരാമത്തിന്റെ പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു. പരിസരവാസികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും വിവിധ തരം അലങ്കാര ചെടികളും ചുമർ ചിത്രങ്ങളും കൊണ്ട് സ്നേഹാരാമത്തെ മനോഹരമാക്കി. ജനുവരി 16 വള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ അത് NSSന്റെയും നാടിൻ്റെയും സ്വപ്ന സാഫല്യമായി. മദ്യപാനികളെ കൊണ്ട് മാഹി സ്റ്റോപ്പ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബസ് സ്റ്റോപ്പ് ഇന്ന് സ്നേഹാരാമം ബസ് സ്റ്റോപ്പ് ആണ്. സ്ഥാപക മാനേജർ മാനുവേട്ടൻ്റെ പേരാണ് സ്നേഹാരാമത്തിന് നൽകിയിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ആളുകൾ ഭയപ്പാടോടുകൂടി കണ്ടിരുന്ന ഇടം ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാനുള്ള ഇടമായി മാറി. വാർഡിലെ നിരവധി പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായും സ്നേഹാരാമം മാറി. പരിസരവാസികൾക്ക് രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതിൻ്റെ പ്രയാസം പറഞ്ഞപ്പോൾ അതിലേക്കുള്ള വൈദ്യുതി കണക്ഷനുള്ള സംവിധാനം ഒരുക്കുന്നതിനും നേതൃത്വം നൽകിയത് NSS ആണ്. വൈദ്യുതി കണക്ഷന്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് പ്രയാസം അനുഭവിക്കുന്ന 30ഓളം കുട്ടികൾക്ക് പഠന കിറ്റ് വിതരണവും NSSന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. ഒരു നാടിന്റെ തലവര മാറ്റിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള അവസരം ലഭിച്ചതിൽ NSSന് അഭിമാനം. വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിലും NSS ഒരു സ്നേഹാരാമം നിർമ്മിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 11 സെന്റോളം വരുന്ന കാട് മൂടിക്കിടന്നിരുന്ന ചാലിപ്പറമ്പ് എന്ന പ്രദേശത്ത് അതിമനോഹരമായ മറ്റൊരു സ്നേഹാരാമം തീർക്കാൻ NSSന് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കാട് വെട്ടി വൃത്തിയാക്കുകയും സമീപ പ്രദേശവാസികളുടെയും മെമ്പറുടെയും സഹകരണത്തോടെ സ്നേഹാരാമത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ചെടികളും ടൈലുകളും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു. 3 ആഴ്ചയോളം നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിന്റെ മറ്റൊരു അടയാളപ്പെടുത്തൽ. ഗ്രാമപഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനുള്ള ഫണ്ട് കൈമാറലും സ്നേഹാരാമ ഉദ്ഘാടനവും നാട്ടുകാർക്കുള്ള ഗാനവിരുന്നുമായി ഒരു ജനകീയ ഉദ്ഘാടന ചടങ്ങ്. പ്രദേശത്തുകാർക്ക് വൈകുന്നേരങ്ങളിൽ ഉല്ലസിക്കാനുള്ള മറ്റൊരു ഇടം കൂടി നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിൽ വരുത്താൻ സാധിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ സന്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിലുടനീളം എത്തിക്കാൻ
നൂതനമായ മറ്റൊരു ആശയം കൂടി കഴിഞ്ഞ വർഷം NSS ഏറ്റെടുത്തു. വിദ്യാർത്ഥികളുടെ പാവനാടക തിയേറ്റർ രൂപീകരിച്ചുകൊണ്ടാണ് NSS ഇതിന് നേതൃത്വം കൊടുത്തത്. പ്രശസ്ത പാവനാടക കലാകാരൻ K. കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പാവനാടക ശില്പശാല സംഘടിപ്പിക്കുകയും പാവകൾ നിർമ്മിച്ച് തിരക്കഥ ഒരുക്കി മനോഹരമായ പാവനാടകം അവതരിപ്പിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായിട്ടുണ്ട്. ഇനിയുള്ള വർഷങ്ങളിൽ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും NSS വളണ്ടിയേഴ്സ് ശുചിത്വ ഗ്രാമത്തിനായി പാവനാടകങ്ങൾ അവതരിപ്പിക്കും. പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുന്ന പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരും അനധ്യാപകരും രക്ഷാകർതൃ സമിതിയുടെ നിസ്സീമമായ പിന്തുണ, NSS ക്ലസ്റ്റർ കൺവീനറുടെയും ജില്ലാ കൺവീനറുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ, നാട്ടുകാരുടെ സഹകരണം, എല്ലാറ്റിലുമുപരി ഏതു പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന സ്കൂൾ മാനേജ്മെൻറ്റ്, കഠിനാധ്വാനികളും സ്ഥിരോത്സാഹികളുമായ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ്, ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇതിലും മികച്ചതാക്കി ചെയ്യുവാനുള്ള ഊർജമാണ്. മാലിന്യമുക്ത നവകേരളം എന്ന നമ്മുടെ സ്വപ്നങ്ങൾക്ക് മിഴിവേക്കാൻ നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പ്രതിജ്ഞാബദ്ധരാണ്. മനസ്സ് നന്നാവട്ടെ.